ഇന്ന് ഞങ്ങളുടെ ജൻഷാ മിസ്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. പക്ഷേ മിസ്സിന് ഒരു സർപ്രൈസ് ഞങ്ങൾ കൊടുത്തു. മിസ്സിനോട് ഞങ്ങൾ പറഞ്ഞു ബബീർ സാറ് കുറച്ച് പൂച്ചക്കുട്ടികളെ കൊണ്ട് തന്നെ കാണാൻ പോകാമെന്ന്. അങ്ങനെ എല്ലാവരും പൂച്ചക്കുട്ടികളെ കാണാനെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരാൾ പൈസ വരെ എടുത്തു വന്നു കേട്ടോ. പേർഷ്യൻ ക്യാറ്റാണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ചെന്നപ്പോൾ കാറിൽ സർപ്രൈസ് കേക്ക്, ബലൂൺസ്, ഒന്നും പറയണ്ട ഗായ്സ്, സൂപ്പറായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് മുമ്പത്തേര് ആദ്യം മുറിച്ച് അവരെന്നെ ആദ്യം കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ റിനിഷ മാം വായിൽ വെച്ച് കൊടുക്കുന്നു ഗായ്സ്, കൊടുക്കുന്നു. അങ്ങനെ അത് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെ എല്ലാവർക്കും കൊടുക്കാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത് ഇതാ കേക്ക് വീണ്ടും കട്ട് ചെയ്യുന്നു. അഫിക്ക് ചെറി വേണമെന്ന്, അതിൻ്റെ അകത്തുള്ള ചെറി വേണമെന്ന് പറഞ്ഞാൽ അഫി അതിനെ ചാടി അതിൻ്റെ അകത്ത് ചെറി വാങ്ങി കഴിക്കുന്നു. അൻസിയൻ്റെ ഒക്കെ നിൽപ്പ് കണ്ടോ, എന്താണൊരവസ്ഥ. നമ്മുടെ അഞ്ജിത മാം, നമ്മുടെ സ്നേഹ മിസ്, ബബീർ സാർ, അഫി ഇതുണ്ടല്ലോ എല്ലാവർക്കും അവളും ഇങ്ങനെ കൊടുക്കുന്നു കേട്ടോ. വായിൽ ഓരോ കഷ്ണങ്ങളായിട്ട് വെച്ച് കൊടുക്കുന്നു. സാൻഡ്രയുണ്ട് നമ്മുടെ, അതുപോലെ നമ്മുടെ വിജയുണ്ട്, ദീപ മാം ഉണ്ട്, പിന്നെ ആരെയും വിട്ടുപോയോ, നമ്മുടെ വിജയശ്രീ മാം ഉണ്ട്, അഞ്ജു മാം പ്രഗ്നൻ്റ് ആണ് ഗായ്സ്. മാം സന്തോഷത്തോടെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അങ്ങനെ ഓരോരുത്തരായി വന്ന് എല്ലാവരെയും കേക്ക് തെറ്റി. എനിക്കൊന്നും കിട്ടിയിട്ട് ഒരു കഷ്ണം അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗായ്സ്. അങ്ങനെ വലുതാ അഞ്ജു മാം ഇനി കേക്കൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴത് നമ്മുടെ രാജേട്ടൻ, ഓളിനോളാണ് സ്കൂളിലെ രാജേട്ടനെല്ലാം നമ്മുടെ സ്കൂളിൻ്റെ മുറ്റം വൃത്തിയില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ അത്രയും വൃത്തിയിൽ കൊണ്ടുവരുന്ന രാജേട്ടനോട് ചോദിച്ചു. രാജേട്ടന് ഒരു കഷ്ണം കേക്ക് കൊടുത്തു. രാജേട്ടനോട് പേര് ചോദിച്ചു അഞ്ജു മാം. അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ആരെയും പേര് ചോദിക്കില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഓരോ കഷ്ണം കഴിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അങ്ങനെ ജിൻഷ മാം വളരെ ഹാപ്പിയാണ്. ഷീ സർപ്രൈസ്ഡ് ആൻഡ് വെരി ഹാപ്പി മാം ഗൈസ്. അത്ര സന്തോഷത്തോടെ അവർ വീണ്ടും ഇങ്ങനെ ഓരോ വളരെ ഹാപ്പിയോട് കൂടെ നിൽക്കുക. ഇനി നമ്മൾ പോകണോ വേണ്ടേ, ഇനി കേക്ക് കഴിക്കണം എന്നുള്ള ആക്രാന്തത്തിൽ ജിൻഷ മാം നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴതാ ജിൻഷ മാമിനോട് ഞാൻ ചോദിച്ചു എന്താണ് പറയാനുള്ളതെന്ന്. അപ്പോൾ താങ്ക് യു സോ മച്ച് പറഞ്ഞു. ഇനി സജ്ദാ മിസ്സിനോട് ചോദിക്കുകയാണ്. അപ്പോൾ സജ്ദാ മിസ്സും പറഞ്ഞു താങ്ക് യു സോ മച്ച്, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. സജ്ദാ മാമിൻ്റെ ആക്ഷൻസ് അത്ര ഹാർട്ട് ഉള്ളിൽ നിന്നാണ് പറയുന്നത്, തട്ടീര പറയുന്നത് കേട്ടോ. അഞ്ജുവിനോട് ചോദിച്ചപ്പോൾ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ജിൻഷ ക്യൂട്ടി എന്ന് പറഞ്ഞു. ഒരു ജിൻഷേനെ ക്യൂട്ടി ആയിട്ടാണ് കാണുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ ആൾ. പിന്നെ വിജി മാമിനോട് ചോദിക്കുകയാണ്. അപ്പോൾ വിജിയും പറഞ്ഞു ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ജിനിഷാ മിസ്സിനോട് ചോദിച്ചപ്പോൾ റിനിഷാ മിസ് പറയാം ഒന്നെങ്കിലും ഒന്ന് നന്നായിക്കൂടെയെന്ന്. അങ്ങനെ ബബിക്കുട്ടനോട് ചോദിച്ചപ്പോൾ ബബിക്കുട്ടൻ പറയുന്നത് എന്താണെന്നറിയാമോ, ഇനിയും ഇവിടെ തന്നെ നല്ല എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ച് പ്രസൻറ്റിൽ തന്നെ ഇനിയും തുടരാൻ ജിൻഷാ മാമിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുകയാണ്, അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് അങ്ങനെ നമ്മൾ പോവാണ് ഗൈസ്. ബൈ.